പിതാവാദൈവമേ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മകൻ മിസ്റ്റിനൊപ്പം 75-കാരിയായ ഏലിയാമ്മയ്ക്ക് ഇനി ആശങ്കകളില്ലാതെ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുടെയും കൂട്ടായ്മയിലാണ് ഏലിയാമ്മയുടെയും മകന്റെയും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇതടക്കം 9 വർഷത്തിനിടയിൽ 13 കുടുംബങ്ങൾക്കാണ് ഡോൺ ബോസ്കോ ഇത്തരത്തിൽ സ്നേഹവീട് ഒരുക്കി നൽകിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇരിട്ടിയടുത്ത അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോജക്റ്റാണ് സ്നേഹവീട് പ്രോജക്റ്റ്. ഈ കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ ഡോൺ ബോസ്കോ കോളേജ് ഭവനരഹിതരായിട്ടുള്ള പാവപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട 13 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വീട് 13ാമത്തെ വീടാണ്. ഈ സ്നേഹവീട് പ്രോജക്റ്റ് എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ട്, എല്ലാവരും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിർമ്മിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓരോ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സാമ്പത്തികമാണ്. ഏറ്റവും അർഹതപ്പെട്ട നിരവധി കുടുംബങ്ങൾ അപേക്ഷകളുമായിട്ട് കോളേജിൽ വരുന്നുണ്ട്. അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് നിർമ്മാണത്തിന് അനിവാര്യമായിട്ടുള്ള ഫണ്ടാണ്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപയോളം മുതൽ മുടക്ക് വരും. നമ്മുടെ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും പിന്തുണയുണ്ട്. നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് NSS യൂണിറ്റാണ്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഒപ്പമുണ്ട്. ഈ കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും പിന്തുണയും അവരുടെ സഹകരണവും മാത്രമല്ല, ഈ നാട്ടിലുള്ള ഉദാരമതികളായിട്ടുള്ള ആളുകളുടെ സ്നേഹത്തോടെയുള്ള അവരുടെ കഴിവിനനുസരിച്ച് നൽകിയിട്ടുള്ള സംഭാവനകളുടെ എല്ലാം പിൻബലത്തിലാണ് ഈ വീടുകൾ ഓരോന്നും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വർക്കുകൾ നിർത്തിവെക്കേണ്ടത് വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാരണം, കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് വേണം മടങ്ങുവാൻ. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അംശം നിരാലംബരായിട്ടുള്ള വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടി പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രമാത്രം തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും വീട് നിർമ്മാണവുമായിട്ട് സ്നേഹവീട് പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും ഏറ്റവും അത്യാവശ്യമായിട്ട് വീടുകൾ പണിതു കൊടുക്കേണ്ട 5 കുടുംബിനികൾ, ഒത്തിരിയേറെ ബാധ്യതകളുള്ള ആളുകളാണ് കോളേജിൽ വന്ന് സ്നേഹവീടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. ഇപ്പോൾ സന്മനസ്സുള്ള ആളുകൾ വന്ന് സ്ഥലം ഓഫർ ചെയ്യുകയും ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിന്ന് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ ഞങ്ങൾ തരും എന്നൊരു ഗ്യാരൻറ്റി നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ കോളേജിൽ ഓരോ പ്രാവശ്യവും സ്നേഹവീട് നിർമ്മിച്ച് താക്കോൽദാനം കർമ്മം പൂർത്തീകരിച്ച് കഴിയുമ്പോഴും പുതിയ ആളുകൾ വന്ന് അപേക്ഷ സമർപ്പിക്കും. ഒന്നാമതായിട്ട് ഉപജീവന മാർഗത്തിന് വഴിയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്, പ്രത്യേകിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ട, വാടക വീട്ടിൽ താമസിച്ച് മക്കളെ പോലും വളർത്തിക്കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന, നിസ്സഹായാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ പരിഗണിക്കും. രണ്ടാമതായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പണിത് കൊടുത്ത ഇന്ന് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന ഈ വീട്ടമ്മയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടതാണ്. ഒരേ ഒരു മകനേ ഉള്ളൂ. മകനിപ്പോൾ എനിക്ക് 30 വയസ്സോളമുണ്ട്. അവൻ രോഗത്താൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അമ്മയോടൊപ്പം ഫുൾ ടൈം കഴിയേണ്ട ഒരവസ്ഥയിലാണ്. മൂന്നാമതായിട്ട് പിന്നെ സ്ഥലം ഞങ്ങൾക്കുണ്ട്. പിന്നെ ചെറിയ ഫണ്ടുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത്
പിന്നെ അധികം പൈസ മുടക്കാതെ തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളും നമ്മൾ തിരഞ്ഞെടുക്കും. നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള, മാത്രമല്ല തിരഞ്ഞെടുക്കുന്ന ആളെ സഹായിക്കാനായിട്ട് നാട്ടുകാരും ബന്ധപ്പെട്ടവരും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സ്നേഹവീട് നിർമ്മാണ പ്രോജക്റ്റിലേക്ക് അപേക്ഷകരെ പരിഗണിക്കുന്നത്. ഏറ്റവും മിനിമം ചെയ്തു കൊടുക്കുന്ന 2 ബെഡ്റൂം ഉണ്ടാവും, ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും ബെഡ്റൂമിൽ, കിച്ചൺ ഉണ്ടാവും, സ്റ്റോർ റൂം ഉണ്ടാവും, പിന്നെ ഡൈനിങ് ഹാൾ ഉണ്ടാവും, സിറ്റ് ഔട്ട് ഉണ്ടാവും. പിന്നെ അവർക്ക് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സംവിധാനം കൂടി ഒരുക്കി കൊടുക്കും. ഇതാണ് ഏറ്റവും മിനിമം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ടൈൽഡ് ആയിട്ടാണ് എല്ലാ വീടുകളും നമ്മൾ ടൈൽഡ് ഹൗസുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പേര് KJ ജോസ്, ഡോൺ ബോസ്കോയിലെ കൗൺസിലറാണ്. മെൻറ്ററിങ്ങും വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഹെഡാണ്. ഇവിടെ നമ്മൾ ഒരു സമൂഹത്തിലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഡോൺ ബോസ്കോ കോളേജിൻ്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് നമ്മൾ ഈ സ്നേഹ വീട് വിഭാവനം ചെയ്തത്. ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് നമ്മൾ 850 സ്ക്വയർ ഫീറ്റ് മുതൽ 400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ പണിതിട്ടുണ്ട്. ഇതിവിടെയാണെങ്കിലും ഈ വീടിൻ്റെ കാര്യത്തിൽ വേറൊരു ഈ നാട്ടിലെ ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് NSSൻ്റെ നേതൃത്വത്തിൽ പോയ ഒരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് ഡോൺ ബോസ്കോയുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളി ആകുവാൻ എനിക്കും അവിടുത്തെ ഒരു അംഗമെന്ന നിലയിൽ ഇട വരുന്നതിന്. ഇനിയും മുന്നോട്ട് ഈ പ്രവർത്തനങ്ങളുടെ പോകുമ്പോൾ സഹകാരിയായിട്ട് കൂടെ പോകുവാനും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. NSS ലീഡേഴ്സും കുട്ടികളും ഒക്കെ ഒരുപാട് സന്തോഷമാണ്. അവർക്കിങ്ങനെ ഒരു സ്നേഹവീട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, അവർ എല്ലാം കയ്യും മെയ്യും മറന്ന് ഇറങ്ങി അവരുടെ കായികം ആയിട്ടും അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടും അവർ കൂപ്പണൊക്കെ അടിച്ച് വീടുകളിൽ പോയിട്ട് വീട് പണിയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നല്ല തുക സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് നമുക്ക് NSSൻ്റെ 2 യൂണിറ്റുണ്ട്. 100-ലധികം കുട്ടികൾ പല ഘട്ടങ്ങളിലായി വന്ന് ഈ വീടുകൾക്കും അപ്പോൾ തന്നെ അവരുടെ ക്യാമ്പുകൾ നമ്മൾ ഇങ്ങനെയുള്ള സ്നേഹ വീടുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉടമകളായി വരുന്ന അവരുടെ ഒരു സന്തോഷം. കാരണം ഒരു വീട്, സ്വന്തമായ ഒരു വീട് എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. അതില്ലാത്തവനെ അവൻ്റെ വേദന അറിയുള്ളൂ.